ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. മഹാർഹ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിതാ ഗോപാ സമായയു രാജൻ നാനോപായന പാണയ. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളായിട്ട് ഭഗവാന്റെ ജാതസംസ്കാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഗോകുലത്തിൽ ഉണ്ടായിരുന്ന തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ആ ഒരു സംസ്കാര കർമ്മം ചെയ്യുന്നതിന് ഗോകുലം ഒരുങ്ങിയത്. ആ ഗോകുലം എന്ന് പറയുമ്പോൾ അതിൽ ഗോക്കളുണ്ട്. ആദ്യം ഭൂമി, ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയത്, അലങ്കരിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗോക്കളെ എങ്ങനെയാണ് അതിന് ഒരുക്കി നിർത്തിയിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്ത ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അവിടുത്തെ ഗോപന്മാർ എങ്ങനെയാണ് അതിന് വരവേറ്റത്, ഭഗവാന്റെ ആ ജനനത്തെ, ഭഗവാന്റെ ആ ഒരു ശുഭവാർത്ത, ഭഗവാൻ അവതരിച്ചു, അല്ലെങ്കിൽ അവിടെ നന്ദഗോപർക്കൊരു ഉണ്ണിയുണ്ടായി, അതും അത്യന്ത സുന്ദരനായിട്ടുള്ള ഉണ്ണിയാണെന്ന് അറിഞ്ഞപ്പോൾ അതിനു വേണ്ടി എങ്ങനെയാണ് അവർ ഒരുമ്പെട്ട് വന്നത്, എങ്ങനെയാണ് ഒരുങ്ങി വന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പറയാണ് മഹാർഹ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിതാഹ. മഹാർഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള, വസ്ത്രാഭരണ, വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇത് രണ്ടും കൂടി ചേർന്നാണ് വസ്ത്രാഭരണ എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ വിലപിടിപ്പുള്ള, തങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും, പിന്നെയോ ഘോഷ്ണീഷഭൂഷിതാഹ, കഞ്ചുഘോഷ്ണീഷഭൂഷിതാഹ. കഞ്ചുക എന്ന് പറഞ്ഞാൽ കുപ്പായം, അവർ കുപ്പായം അണിഞ്ഞു. പിന്നെയോ തലപ്പാവ്, ഉഷ്ണീഷ എന്ന് പറഞ്ഞാൽ തലപ്പാവാണ്. കഞ്ചുഘോഷ്ണീഷ, കുപ്പായവും തലപ്പാവും ഒക്കെ എടുത്ത് അണിഞ്ഞു. ഭൂഷിതാഹ എന്ന് പറഞ്ഞാൽ അതെടുത്ത് അലങ്കരിച്ച്, എന്നിവയൊക്കെ അണിഞ്ഞ. അപ്പോൾ നോക്കൂ, ഗോക്കളെയെല്ലാം തയ്യാറെടുപ്പിച്ചു, ഗോക്കളെയെല്ലാം ഒരുക്കി, ഗോകുലം ഗൃഹങ്ങളെല്ലാം തയ്യാറായി, എല്ലാം വൃത്തിയാക്കി ശുചീകരിച്ച് വിവിധ തരത്തിൽ അലങ്കരിച്ചു. ഗോപന്മാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും കുപ്പായവും തലപ്പാവും എല്ലാം അണിഞ്ഞ് ഗോപാഹ, ഗോപാഹ എന്നാൽ ഗോപന്മാർ, സമായയു എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം, അവർക്ക് ഈ ഒരു ആനന്ദം അവർക്ക് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ സന്തോഷപൂർവം ആയയു, എത്തിച്ചേർന്നു. രാജൻ, രാജൻ എന്നാൽ അല്ലയോ രാജാവേ. ഇവിടെ ശ്രീ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീ ശുക മഹർഷി. അപ്പോൾ പറയാണ്, അല്ലയോ മഹാരാജാവേ, നാനോപായന പാണയ. നാനോപായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപായന എന്ന് പറഞ്ഞാൽ കാഴ്ചദ്രവ്യങ്ങളാണ്. പലതരത്തിലുള്ള നാനോപായന പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങൾ. പാണയ എന്നാൽ കയ്യിലേന്തിക്കൊണ്ട്. അപ്പോൾ നാനോപായന പാണയ, അവർ വെറും കൈയോടെ ഓടി വരികയല്ല. എന്തൊക്കെയാ ഈ ഒരു ഉണ്ണി പിറന്നതിൽ സന്തോഷത്തിന് വേണ്ടി തങ്ങളാലാവുന്നത്, എന്തെല്ലാം കാഴ്ചദ്രവ്യങ്ങൾ കൊടുക്കാനാവുമോ അതെല്ലാം എടുത്തിട്ടാണ് ഇവർ ഓടി വരുന്നത്. നമുക്കറിയാം, ഇവരൊക്കെ ഗോക്കളെ മേച്ചും ഗോക്കളുടെ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ കൃഷിയൊക്കെയാണ് ഇവരുടെ പ്രധാനമായത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങൾ തങ്ങളുടെ ഗൃഹങ്ങളിലുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം തങ്ങൾക്ക് അപ്പോൾ എടുക്കാൻ കഴിയുമോ അതെല്ലാം എടുത്തിട്ടാണ്, കാഴ്ചദ്രവ്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഗോപന്മാർ ഓടുകയാണ്. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ഈ ഉണ്ണിയെ ഒന്ന് കാണുന്നതിനും അവരുടെ ആ ഉണ്ണിയുടെ ജാതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുന്നതിനുമായിക്കൊണ്ട് അത് വെറുതെ ഓടുകയായിരുന്നില്ല. അപ്പോഴും അണിഞ്ഞൊരുങ്ങാൻ മറന്നില്ല. തങ്ങളുടെ കൈകളിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും കുപ്പായവും തലപ്പാവും എല്ലാം അണിഞ്ഞ് ആ ഭഗവാന്റെ ഭൂമിയിൽ ജാതനായ ആ ഒരു നിമിഷത്തെ അവരുമൊക്കെ അത്യധികം ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ അവരൊക്കെ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിലൊരു ഉണ്ണി ഉണ്ടായാൽ തന്നെ നമുക്കൊക്കെ എന്തൊരു സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷം
അത് തൊട്ടടുത്ത വീടുകളിലുണ്ടാവും, തൊട്ടടുത്ത ബന്ധുക്കളിലുണ്ടാവും. പിന്നീട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്തോറും ആ ഒരു സന്തോഷത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മുടെ വീട്ടിലുള്ളവർക്കുണ്ടാവുന്ന അത്രയും പുറത്തേക്ക് ഉണ്ടാവുകയില്ലായിരിക്കാം അല്ലേ. പക്ഷേ ഇവിടെയാകട്ടെ സാക്ഷാൽ സച്ചിദാനന്ദക്കട്ടയാണ് പിറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആനന്ദം അങ്ങനെ അലകളായിട്ട് ആ ഗ്രാമം മുഴുവൻ അങ്ങനെ പടർന്നു കിടക്കുകയാണ്. അഥവാ അതിൻ്റെ ആ കിരണങ്ങൾ, ആനന്ദ കിരണങ്ങൾ ആ ഗ്രാമത്തെ ഒന്നാകെ കുളിരണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചൂടുള്ള ഒരു വസ്തുവിൻ്റെ അടുത്ത് പോയി നിന്നാൽ നമ്മളിലേക്കും ആ ചൂട് വരുന്നത് പോലെ ഇവിടെ ആ ആനന്ദത്തിൻ്റെ മൂർത്തി ആ യശോദാമ്മയുടെ അടുത്തേക്ക് വന്ന് ശയിച്ചപ്പോൾ തന്നെ ആ ഭഗവാന്റെ ആനന്ദക്കുളിര് ആ ഗ്രാമത്തെ ഒന്നാകെ തഴുകാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെന്നില്ലാത്ത പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ആഹ്ലാദമാണ് ഇവിടെ ഈ ഒരു ഉണ്ണിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട്. ഒരു പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ഒരു ആഘോഷം, ഒരു ആഹ്ലാദം ആ ഗോപന്മാരുടെ ഇടയിലും ഗോപസ്ത്രീകളുടെ ഇടയിലുമൊക്കെ അങ്ങനെ നിറഞ്ഞു നിന്നു. എന്താണെന്നറിയില്ല, അവർക്കൊക്കെ ഭയങ്കര ഒരു ഉത്സാഹം. ഇങ്ങനെ യശോദാമ്മയ്ക്കൊരു ഉണ്ണി ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്താനുള്ള ഒരു വ്യഗ്രത. അവർ പോലും അറിയുന്നില്ല, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആ സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ ആ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ അവരെയൊക്കെ അങ്ങനെ തൻ്റെ ആ ഒരു കാന്തിക വലയം കൊണ്ട് ആകർഷിക്കുകയാണെന്ന്. ഇതറിയാതെ തന്നെ അവരങ്ങനെ ഓടി വരികയാണ് ആ ഉണ്ണിയുടെ ജാതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. മഹാർഹ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷ ഭൂഷിതാ ഗോപ സമായയൂരാജൻ നാനോപായന പാണയ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു വരി നമ്മളവിടെ ചെറിയ വാക്കുകളാക്കി നമ്മൾ പിരിച്ചു അർത്ഥം പറഞ്ഞുവെങ്കിലും പദം പിരിക്കാതെ തന്നെ അത് മുഴുവൻ ചേർത്ത് വായിക്കേണ്ടതാണ്. ആദ്യത്തെ വരിയുടെ അവസാനവും രണ്ടാമത്തെ വരിയുടെ അവസാനവും അതുപോലെ രണ്ടാമത്തെ വരിയിൽ ഗോപാഹ് എന്ന് പറയുന്നിടത്തും വിസർഗമുള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും പകുതി ഹകാരം ചേർത്ത് വായിക്കുക. പിന്നെ ആദ്യത്തെ ഒരു വരിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ, രണ്ടാമത്തെ വരിയിൽ കുഴപ്പമില്ല. നാനോപായന പാണയ അത് മാത്രമേ ഉള്ളൂ ചേർത്തെടുക്കേണ്ടത്, കുറച്ച് വലിയൊരു പദമുള്ളത്. ബാക്കിയൊക്കെ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ആദ്യത്തെ വരി നമ്മൾ ചെറിയ പദങ്ങളായി പിരിച്ചു പറഞ്ഞു തരുന്നത് കൊണ്ട്, നമ്മൾ അങ്ങനെ ഒരു അർത്ഥവിചാരം ചെയ്യുന്നത് കൊണ്ട് അത് ചേർത്ത് വായിക്കാൻ പഠിക്കുകയേ വേണ്ടൂ എന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേനെ അതത്രയും ചേർത്ത് വായിക്കാൻ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നന്നായി വായിക്കാനും പഠിക്കാനും ഒക്കെ കഴിയട്ടെ. ഹരേ കൃഷ്ണ.